ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഒരു അയൽവാസി ഉണ്ടായി. ആ അയൽവാസി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ. ആ അയൽവാസിയായ മനുഷ്യൻ അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ഒരു ദിവസം സലാം പറഞ്ഞു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അതത്ര പരിഗണിച്ചില്ല, അദ്ദേഹത്തെ ഗൗനിച്ചില്ല, നോർമന്റായി വിട്ടു, അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഓ അഹ്മദ് ഇബ്നു ഹംബൽ, നിങ്ങൾ എന്നെ പരിഗണിക്കാത്തതിന്റെ കാരണം ഞാൻ ശരിക്കും നിസ്കരിക്കൂല, അല്ലെ നോമ്പെടുക്കൂല, അതുപോലെ അള്ളാഹ് കൽപ്പിച്ച ചിലതൊക്കെ ഞാൻ ഒഴിച്ചു പോകും, അല്ലെ ഖളായി പോകും, അതുപോലെ ഹറാമ് ചെയ്യുന്നതിന് മടിയുണ്ടാവില്ല. ഇങ്ങനത്തെ കുറെ മോശങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ പരിഗണിക്കാത്തത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയാണ്, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നു, ഞാൻ നല്ല നിലയ്ക്ക് ജീവിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ പരിഗണിക്കാതിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇപ്പൊ അങ്ങനല്ല, ഞാൻ മാറിപ്പോയിട്ടുണ്ട്, ഞാൻ പഴയ പോലല്ല. ഇപ്പൊ ഞാൻ വളരെ നന്നായി കൃത്യമായി നിസ്കരിക്കുന്നവനാണ്, യാതൊരു തെറ്റും ചെയ്യാതെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവനാണ്. അങ്ങനെ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അഹ്മദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെ മാറ്റം വന്നത്? അയൽവാസിയാണ് ഇയാൾ. മാറ്റം വന്നത് എങ്ങനെ? ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു, കുറെ ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കും. ഞാൻ ചെന്ന് നോക്കി, ആരാണ് അവിടെ? അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ശൈത്താനിന് നബി തങ്ങളുടെ രൂപത്തിൽ വരാൻ പറ്റില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അതേപോലെ ചുറ്റുഭാഗത്ത് കുറെ ആളുകൾ, ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ച് അവനവന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. നബി, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഓരോ പ്രശ്നം പറയാണ്. അവർക്കൊക്കെ ദുആ ചെയ്തു കൊടുക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. എല്ലാരും പറഞ്ഞു കഴിഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ ദൂരെ നിന്നിങ്ങനെ കാണുകയാണ്. അപ്പോൾ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ഓ മനുഷ്യ, നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞു, നബിയേ, എനിക്ക് അങ്ങയോട് പറയാൻ ധൈര്യമില്ല, ഞാൻ അത്രയും തെറ്റുകൾ വന്നുപോയ ഒരാളാണ്, തങ്ങളോട് പറയാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല, എനിക്ക് ലജ്ജയാകുന്നു, ഹയാകുന്നു. ഞാൻ തങ്ങൾ പറഞ്ഞ പലതും എടുക്കാത്തവരും വിരോധിച്ചത് പലതും ചെയ്തു പോയവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്റെ സഹാബികളെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, എന്റെ സഹാബികളെ ചീത്ത വിളിച്ചിട്ടില്ലല്ലോ. ശിയാക്കളും പുത്തൻവാദികളും ഒക്കെ സഹാബത്തിനെയല്ലേ കുറ്റം പറയുന്നത്, അമ്പിയാക്കളെയല്ലേ നിസ്സാരപ്പെടുത്തുന്നത്. അതാ നബി തങ്ങൾ പറയുന്നു, നിന്നക നീ ഒരിക്കലും തന്നെ മാ സബബ്ത മിൻ അസ്ഹാബിൻ മിൻ അസ്ഹാബി ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബിയെ നീ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, ചീത്ത വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അദ്ദേഹം പറയുന്നു, നബിതങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു, എന്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാൻ ഒരു നിസ്കാരവും ഖളായി പോകാറില്ല, ഒരു ഹറാമും ചെയ്യാറില്ല. എന്റെ ജീവിതം ആകെ നന്നായി പോയി. നബിതങ്ങളോട് സങ്കടം പറഞ്ഞു. ഞാൻ സുന്നിയായതിനാൽ, സഹാബത്തിനെ തള്ളാത്ത ആളായതിനാൽ നബിതങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയാണ്, ബാപ്പ എപ്പോഴും പറയും, ഈ ചരിത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇമാം അബൂ അബ്ദുല്ലാഹിൽ മറാഖശി റഹ്മത്തുള്ളാഹി അലൈഹി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടുന്നതിനെ കുറിച്ച് മാത്രം തെളിവുകൾ പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ മിസ്ബാഹുൽ വലാ എന്ന കിതാബിൽ ഈ സംഭവം പറഞ്ഞതായി കാണാം. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ സുന്നികളായി ജീവിച്ച് മരിക്കണം. തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ വല്ലതും വന്നെങ്കിൽ അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ഹബീബ് നബി തങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്നതുകൊണ്ട് നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദുആകൾക്കും, ഇവിടെ നടക്കുന്ന ദുആക്കും അല്ലാഹു ഇജാബത്ത് തരട്ടെ. നമുക്കാർക്ക് എന്ത് രോഗമുണ്ടോ അല്ലാഹു ശിഫയാക്കി തരട്ടെ. എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ സഹായം നമുക്ക് നിർമ്മാറാകട്ടെ. ഇറാനിലും അതുപോലെ പരിസരങ്ങളിലും ഒക്കെ നടക്കുന്ന, ലബനാനിലും മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുസ്ലിം ഉമ്മത്തിന് എവിടെ എന്ത് ബുദ്ധിമുട്ടുകൾ, ഗൾഫ് നാടുകളിലുള്ള പ്രയാസങ്ങൾ, എവിടെ എന്ത് പ്രയാസങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു ഉയർത്തി ലോകത്തെ എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലും അല്ലാഹു തആല സമാധാനം നൽകുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.